മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ ഔഷധ സസ്യങ്ങളെ അടുത്തറിയാം എന്ന എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ശംഖുപുഷ്പം എന്ന് പറയുന്ന ഒരു ഔഷധ സസ്യത്തെപ്പറ്റിയാണ്. ഭക്ഷ്യവിളകളും ഔഷധ സസ്യങ്ങളും പൂച്ചെടികളും ഫലവൃക്ഷങ്ങളും ഒത്തുചേരുമ്പോഴാണ് പ്രപഞ്ചം അതീവ ശക്തിയും കൗതുകവും സന്തോഷവും ഉളവാക്കുന്നത്. നമ്മളിൽ സമ്പത്തും സമൃദ്ധിയും വന്നു ചേരുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഭക്ഷ്യവിളകളും ഫലവൃക്ഷങ്ങളും നമുക്ക് ഭക്ഷണം നൽകുന്നു. എന്നാൽ ഔഷധ സസ്യങ്ങൾ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നു. ചെടികൾ മനസ്സിന് ആനന്ദം നൽകുന്നു. സൃഷ്ടിയുടെ ഈ കഴിവിനെ നമുക്ക് താഴ്മയായി നമസ്കരിക്കാം. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സസ്യലതാദികൾ നമുക്ക് പ്രയോജനപ്പെടുന്നു എന്നത് സത്യമാണ്. അവകൾ മനസ്സിന് സംതൃപ്തിയും ആനന്ദവും നൽകുന്നു. സസ്യങ്ങൾ ബഹുഗുണ സമ്പന്നമായ ധാരാളം ഇനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അവ പരിചയപ്പെടേണ്ടതും പരിചരിക്കേണ്ടതും നമ്മുടെ കടമയാണ്. അങ്ങനെയുള്ള സസ്യങ്ങൾ വംശനാശം വന്നു പോകാതെ നോക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ബഹുഗുണ സമ്പന്നമായ ഒരു സസ്യത്തെയാണ് ഇന്ന് നാം പരിചയപ്പെട്ടത്. അതിൻ്റെ പേരാണ് ശംഖുപുഷ്പം എന്ന ഔഷധ സസ്യം. അതിൻ്റെ ഗുണങ്ങൾ നിരവധിയാണ്. മനസ്സിനും ശരീരത്തിനും ഉത്തേജനം നൽകുന്ന പോസിറ്റീവ് ഊർജ്ജത്തെ ആകർഷിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒരു അത്ഭുത സസ്യമാണ് ശംഖുപുഷ്പം. നീല നിറത്തിലും വെള്ള നിറത്തിലും പുഷ്പങ്ങളുണ്ടാകുന്ന ശംഖുപുഷ്പങ്ങൾ നമുക്ക് സുപരിചിതമാണ്. ശംഖുപുഷ്പം സമൂലം ഔഷധ ഗുണയോഗ്യമാണ്. ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും സൗന്ദര്യവർദ്ധനവിനും മുടി തഴച്ചു വളരാനും അമിതവണ്ണം കുറയ്ക്കാനും താരനും മുടികൊഴിച്ചിലും മാറാനും പെരിമുറുക്കം അഥവാ ടെൻഷൻ ഇല്ലാതാക്കാനും ഒക്കെയുള്ള അത്ഭുതമായ കഴിവുകൾ ശംഖുപുഷ്പത്തിൽ അടങ്ങിയിട്ടുണ്ട്. വേരും തണ്ടും ഇലയും പൂവും എല്ലാം ഔഷധ ഗുണമുള്ളവയാണ്. പയറ് പോലെയുള്ള കായ്കളിൽ നിന്നും വിത്തുകൾ ഉണ്ടാകുന്നു. പുതിയ സസ്യങ്ങൾ ഉണ്ടാകാൻ ഈ വിത്തുകൾ നമുക്ക് കിളിർപ്പിക്കാൻ സാധിക്കും. കാണാൻ മനോഹരങ്ങളായ പൂക്കളുണ്ടാകുന്ന ശംഖുപുഷ്പം എല്ലാ വീടുകളിലും വളർത്തേണ്ടത് അത്യാവശ്യമാണ്. സ്ഥലവിസ്തൃതി കുറഞ്ഞവർക്ക് ചെടിച്ചട്ടിയിൽ വളർത്താൻ പറ്റുന്ന ഒരു പച്ചമരുന്നാണ് ശംഖുപുഷ്പം. രോഗകീടബാധകൾ ഒന്നും തന്നെ ഇതിനെ ബാധിക്കുന്നില്ല. കാര്യമായ വളപ്രയോഗമോ പരിചരണമോ ആവശ്യമില്ല. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, വീടിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ശംഖുപുഷ്പം വച്ചുപിടിപ്പിച്ചാൽ കിഴക്ക് നിന്നും ഓടിയെത്തുന്ന ഇളംകാറ്റ് ഇതിൻ്റെ പോസിറ്റീവ് ഊർജ്ജത്തെ നമ്മുടെ വീടിനുള്ളിലേക്ക് എത്തിക്കുകയും അതുമൂലം നമ്മുടെ വീടിന് അകത്തും പുറത്തും ഒരു പ്രത്യേകമായ ഊർജ്ജം ഉണ്ടാവുകയും ചെയ്യുന്നു. വിശ്വാസപരമായി പുരാണങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ ശംഖായ പാഞ്ചജന്യത്തിൻ്റെ ആകൃതിയിലാണ് ഈ ശംഖുപുഷ്പം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു പക്ഷേ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇതിന് ശംഖ് പുഷ്പം എന്ന പേര് വന്നത് എന്ന് നമുക്ക് അനുമാനിക്കാം. ആയതിനാൽ ഈ ചെടി നമ്മുടെ ഗ്രഹത്തിൻ്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് നട്ടുവളർത്തി പരിപാലിച്ചാൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. തൽഫലമായി ഗ്രഹത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും വന്നു ചേരുമെന്നും പറയപ്പെടുന്നുണ്ട്. ഇത്തരത്തിൽ ഒട്ടനവധി ഔഷധ ഗുണങ്ങൾ അടങ്ങിയ സസ്യമാണ് ശംഖുപുഷ്പം എന്ന കാര്യം നമ്മൾ മറക്കരുത്. അതുപോലെ തന്നെ ഈ ശംഖുപുഷ്പത്തെ പോലെ ഒട്ടനവധി സസ്യങ്ങൾ കാര്യമായ വളപ്രയോഗങ്ങളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത്തരത്തിലുള്ള ഔഷധ സസ്യങ്ങൾ പരിചയപ്പെടേണ്ടതും അവ കണ്ടുപിടിച്ച് പരിപാലിക്കേണ്ടതും ഒക്കെ മറ്റെന്തിനേക്കാളും നമ്മുടെ കടമയാണ്. ഈ പ്രപഞ്ചത്തിലെ ജീവജാലങ്ങൾ അരോഗാത്തരായി നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം സസ്യങ്ങൾ വഹിക്കുന്ന പങ്ക് നിർണായകമാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഈ എപ്പിസോഡിലൂടെ നമ്മുടെ ചുറ്റുമുള്ള ഔഷധ സസ്യങ്ങളെ നമുക്ക് ഒന്നൊന്നായി പരിചയപ്പെടാം. നമ്മുടെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത്തരത്തിലുള്ള അറിവുകൾ ശേഖരിക്കാനും പങ്കുവയ്ക്കാനും നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളിതുവരെ എല്ലാവിധ പിന്തുണയും പ്രോത്സാഹനവും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ നന്ദി, നമസ്കാരം.